ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ്. നിർദ്ദിഷ്ട കരാർ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളുടെ നേട്ടത്തിലേക്ക് നയിക്കുന്നതാകയാൽ കരാറിനെ പിന്തുണയ്ക്കുന്നതായും ബന്ദികളുടെ മോചനം സംബന്ധിച്ച ഉടമ്പടിയുടെ രൂപരേഖ അംഗീകരിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് വോട്ടിങ്ങിലൂടെയാണ് സർക്കാരിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്തു. വെടിനിർത്തൽ കരാറിലെ ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള സർക്കാർ തലത്തിലുള്ള ചർച്ചകളിൽ വ്യത്യസ്ത തരത്തിലുള്ള പല പ്രതികരണവും ഉയർന്നിരുന്നു. പാലസ്തീനിയൻ തടവുകാരെ മോചിപ്പിച്ചുകൊണ്ടുള്ള ബന്ദികളുടെ മോചനം രാജ്യത്തിന്റെ സുരക്ഷയെ വീണ്ടും ബാധിക്കുമെന്നുമുള്ള അഭിപ്രായവുമായി രാജ്യസുരക്ഷാ മന്ത്രി ഈത്തമാർ ബെൻഗ്വിർ, ധനമന്ത്രി ബെസലാൽ സ്ട്രോമിച്ച് എന്നിവർ കരാറിനെ എതിർത്തു. അതേസമയം ഗവൺമെന്റിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമുള്ള പിന്തുണ തുടരുമെന്നും ഈത്തമാർ ബെൻഗ്വിർ വ്യക്തമാക്കി. ഏവരെയും സമന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായും ബന്ദികളുടെ മോചനത്തിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ ശാബത്ത് ദിവസവും തുടരും. വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള ഇസ്രായേൽ ബന്ദികളുടെ മോചനം ഞായറാഴ്ച തന്നെ ആരംഭിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം വെടിനിർത്തലിനെ തുടർന്നുള്ള തങ്ങളുടെ ഉറ്റവരുടെ മോചനം സാധ്യമാകുന്നതിന്റെ ആശ്വാസത്തിലാണ് ബന്ദികളുടെ കുടുംബാംഗങ്ങളും സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.